ഈ സംഭവം അഗാധ ദുഃഖം രേഖപ്പെടുത്തേണ്ട അപലപിക്കേണ്ട വിഷയമാണെന്ന് അതിൽ സംശയമേ ഇല്ല. ഈ കാര്യത്തിൽ ഇനി പ്രതിക്കൂട്ടിലേക്ക് വരുന്ന ആളുകൾ നോക്കുമ്പോൾ TVKയുമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കൾ അറസ്റ്റിലാകുന്നു. ഇതിന്റെ ഒരു ഇനിയുള്ള വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നിയമപരമായ ചുവടുവയ്പ്പോൾ ഇതൊക്കെ നമുക്ക് പരിശോധിക്കണം. പ്രമേഷ് ഏട്ടൻ കൂടി ചേരുന്നുണ്ട്, ഡി പ്രമേഷ് കുമാർ. പ്രമേഷ് ഏട്ടാ, ഇത് ഒരു ഈ കേസിനെ സംബന്ധിച്ചോളം കോടതിയും വലിയ രീതിയിൽ തന്നെ ഈ ദുരന്തത്തെ മുന്നിൽ കാണുകയും ആ രീതിയിൽ ഒരു അറ്റൻഷൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ എന്തായാലും നമുക്കിപ്പോൾ കോടതിയിൽ നിന്നുള്ള ഒരു വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. ഗൂഗിൾ ചേരുന്നുണ്ട്. ഗൂഗിൾ, എന്താണ് ഇപ്പോൾ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ വരുന്നത്? പ്രധാനപ്പെട്ട TVKയുടെ നേതാക്കളെ റിമാൻഡ് ചെയ്തു. അപ്പോൾ ഈ പ്രതിഭാഗം വാദിക്കുന്നത് എന്താണ്? അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ റിമാൻഡ് ചെയ്യപ്പെടുന്നു എന്ന് നോക്കുമ്പോൾ വിജയിലേക്ക് അധിക ദൂരം ഇല്ല എന്നാണോ? എന്തൊക്കെയാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിനുശേഷം കോടതിയിൽ വരുന്ന കാര്യങ്ങൾ? കോടതി വലിയ രൂക്ഷമായിട്ട് തന്നെയാണ് ഇതിൻ്റെ സംഘാടകരെ വിമർശിച്ചിരുന്നത്. സംഘാടകർ പറഞ്ഞത് ഇത്രയും വലിയ അധികം ആളുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. TVK തമിഴ്നാട്ടിൽ വളർന്നു വരുന്ന ഒരു പാർട്ടിയാണ്, 10,000 പേരിൽ കൂടുതൽ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാണ്. അപ്പോൾ കോടതി തിരിച്ചു വെച്ചത്, വിജയെ പോലുള്ള ഒരു നടൻ വരുമ്പോൾ അതിൽ കൂടുതൽ ആളുകൾ വരുമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് മുൻകൂട്ടി കണ്ടില്ല എന്നുള്ള രൂക്ഷമായൊരു വിമർശനം TVK സംഘാടകർക്കെതിരെ, പ്രതികൾക്കെതിരെ കോടതി ചോദിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ പ്രതികൾ പറഞ്ഞ മറ്റൊരു കാര്യം, താങ്കൾ ചോദിച്ച സ്ഥലം ഒരു ലൈറ്റ് ഹൗസിന് സമീപമുള്ള ഒരു ഗ്രൗണ്ട് താങ്കൾ ചോദിച്ചിരുന്നു, അത് തന്നില്ല. അവിടെ ഏകദേശം 1 ലക്ഷത്തിലധികം പേരെ കൊള്ളുന്ന ഗ്രൗണ്ടായിരുന്നു, അത് തന്നില്ല. അത്തരത്തിൽ പോലീസ് വിജയുടെ വാഹനം കടത്തിവിടാൻ പോലും അനുവദിച്ചില്ല. അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ദുരന്തം ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രതികൾ വാദിച്ചത്. അതോടൊപ്പം തന്നെ ഈ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നതുവരെ ആരെയും തങ്ങളെ കുറ്റക്കാരായി കാണാൻ കഴിയില്ല, അതിനുശേഷം അതുവരെ നടപടികൾ നിർത്തിവെക്കണമെന്നൊക്കെയാണ് പ്രതിഭാഗം അറിയിച്ചത്. പക്ഷേ എന്നാലും കോടതി ആ വാദം തള്ളുകയാണ്, ഇവരെ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പോലീസ് പറഞ്ഞത് 11 തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഈ TVKയുടെ സംഘാടകർക്ക് നൽകിയിരുന്നു. കൃത്യസമയത്ത് എത്തണം, കൃത്യസമയത്ത് പരിപാടി നടത്തണം, അതോടൊപ്പം തന്നെ വിജയ് വരുന്ന സ്ഥലത്ത് ആളുകളെ ബാരിക്കേഡുകൾ വെച്ച് അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കാൻ പാടില്ല, അതനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ പാർട്ടി സംവിധാനം തന്നെ ഏർപ്പെടുത്തണം തുടങ്ങിയ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ വച്ചിരുന്നു. പക്ഷേ എന്നാൽ അതൊക്കെ തന്നെ കാറ്റിൽ പറത്തുന്ന ഒരു സമീപനം ഉണ്ടായി. 10 മിനിറ്റ് അധികം സംസാരിക്കരുത്, അങ്ങനെ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ വച്ചിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ പാലിച്ചില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കോടതിയുടെ പരിഗണനയിലാണ്. കോടതി ഏതായാലും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. ഇപ്പോൾ 2 പ്രതികളെയും 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഗൂഗിളാണ് കോടതിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. പ്രമേഷ് ഏട്ടാ, ഈ സംഭവം കോടതി വളരെ ഗൗരവത്തോടെ കാണിക്കുകയാണ്. കാരണം വെച്ചാൽ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ക്രൗഡ് മാനേജ്മെന്റ്, അതൊരു സ്റ്റാമ്പേഡ് ഉൾപ്പെടെ മുന്നിൽ കാണേണ്ട സംവിധാനങ്ങൾ മുഴുവൻ അവിടെ നിസ്സംഗരായിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് TVKയുടെ ഇതിന്റെ പരിപാടിയുടെ ചുമതലക്കാർ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് നയിച്ചതാരാണ്? വിജയാണ്. വിജയിലേക്ക് ഉന്നമിട്ടുകൊണ്ടുള്ള നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണോ കാണുന്നത്? മറുവശത്ത് അതേസമയം അവർ വരുന്ന വാദം എന്താണ്? അവിടെ ഈ പരിപാടി നടക്കുമ്പോൾ 2 ആംബുലൻസ് മുന്നോട്ടും പോയിരുന്നു, പിന്നീട് ചോദിച്ച സ്ഥലത്തല്ല പരിപാടി നൽകിയത്. പലപ്പോഴായി രാഷ്ട്രീയമായിട്ട് ഇത്തരം റാലികളെ ഒതുക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നിട്ടുണ്ട്, സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു ആവലാതി കൂടി ഉയരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഇപ്പോൾ പോക്ക്? എങ്ങനെയാണ് ഈ ഇൻസിഡൻറ്റിൻ്റെ? അല്ല, അതിനകത്ത് FIR-നകത്ത് വിജയിയെ പേരെടുത്ത് വിമർശിച്ചിട്ടില്ല. പക്ഷേ സംഘാടകർക്കെതിരെ പരാമർശമുണ്ട്. കാരണം വിജയ് ഒന്നാമത് വൈകിയാണ് ഇവിടെ എത്തിയത്. 12 മണിക്കാണ് യോഗം തീരുമാനിച്ചിരുന്നത്. ഏതാണ്ട് 6 മണിയായി വിജയ് ഈ യോഗം നടക്കുന്ന സംഭവ സ്ഥലത്തിന് ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറം എത്തിയപ്പോൾ തന്നെ 6 മണിയായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം ഇവിടേക്ക് എത്തിയപ്പോൾ 7 മണിയും. അങ്ങനെ ശരിക്കും വിജയുടെ വരവ് വൈകിയതിനെ തുടർന്ന് ധാരാളം പേരായി അവിടെ ഒഴുകിയെത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും നേരം ചൂട് സമയമാണ്, ചൂടും വിശപ്പും ദാഹവും എല്ലാം സഹിച്ച് ഇത്രയും നേരം അവിടെ വിജയെ കാണാൻ വേണ്ടി കാത്തിരുന്ന കുട്ടികളാണ്. മരിച്ചവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 30 വയസ്സിൽ താഴെയുള്ള ഒരു മരണപ്രാണത്തിന് വേണ്ടി ആ ചാടി ഓടുന്ന രംഗങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പിഞ്ചു കുഞ്ഞു ഉൾപ്പെടെ. അപ്പം വളരെ ഏറ്റവും പുതിയ തലമുറയാണ് വിജയെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഇപ്പം ഇന്ന് TVKയുടെ ഒരു നേതാവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് അത് ഡിലീറ്റ് ചെയ്തു. അതായത് ജൻസി വിപ്ലവം ശ്രീലങ്കയിലും ഇപ്പുറത്ത് ബംഗ്ലാദേശിലും നേപ്പാളിലും ഒക്കെ നടന്നതുപോലെ ഇതാ തമിഴ്നാട്ടിലും നടക്കാൻ പോകുന്നു, DMKയെ അട്ടിമറിക്കാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജൻസിയാണ് ശരിക്കും വിജയുടെ ആരാധകർ എന്നുള്ള കാര്യം സത്യമാണ്. അത് പുതിയ തലമുറയാണ്. പക്ഷെ അങ്ങനെ ഒരു ഓപ്പറേഷൻസ് എന്തെങ്കിലും, കാരണം ഒരു ഡാമേജ് ഉണ്ടാകണം ഇത്തരം റാലികൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കമല്ലോ? അങ്ങനെ ഈ പറയുന്ന വിജയ ആരാധകരെ വിജയുടെ പാർട്ടി പറയുന്നത് TVK പറയുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും അണിയറ നീക്കം നടന്നിരിക്കുമോ? അങ്ങനെ ഉണ്ടാവണം എന്നില്ല. സാധാരണ അവിടെ ഇപ്പോൾ തന്നെ ആ 3 സ്ഥലങ്ങളാണ് അവർ പോലീസ് നിർദ്ദേശിച്ചത്. അതിൽ 2 സ്ഥലങ്ങൾ ഇതിനേക്കാളും ബിസിയായ ഏരിയ എന്നാണ് പോലീസ് പറയുന്നത്. നമുക്ക് അവർ പറയുന്നത്
പറയുന്നത് വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി അനുമതി കൊടുക്കേണ്ടത് അവിടുത്തെ പോലീസാണല്ലോ. അപ്പോൾ ഈ സ്ഥലത്ത് ഇത്രയും പേരെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ള കാര്യം വാസ്തവമാണ്. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ താരമൂല്യമുള്ളവർ, പ്രത്യേകിച്ച് സിനിമയിൽ നിന്നൊക്കെ വരുന്നവർ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവരുടെ യോഗത്തിനെത്തുന്നവർക്ക് മറ്റുള്ളവർക്കില്ലാത്ത ഒരു വൈകാരിക ക്രൗഡിന്, തമിഴ്നാടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അതെ, എല്ലാ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ CN അണ്ണാദുരയുടെ കാലം നോക്കിക്കഴിഞ്ഞാൽ CN അണ്ണാദുരൈ, കരുണാനിധി, ജയലളിത, ഇങ്ങനെ എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും അതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ എത്ര നേരം വേണം കാത്തിരിക്കും. ഇപ്പോൾ പണ്ട് കരുണാനിധി ഇവിടെ കന്യാകുമാരിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ വരാൻ വേണ്ടി അദ്ദേഹം വൈകിട്ട് എത്തേണ്ടതാണ്, എത്തിയപ്പോൾ രാത്രി 12 മണിയായി. അപ്പോൾ എന്നിട്ടും അവിടെ ആൾക്കാർ കാത്തിരിക്കുന്നു. അപ്പോൾ ആരാധകരെ കയ്യിലെടുക്കാൻ വേണ്ടി തമിഴ്നാട് അന്നത്തെ മുഖ്യമന്ത്രിയായ കരുണാനിധി അദ്ദേഹം ഈ പ്രാസം ഒപ്പിച്ച് തമിഴിൽ പ്രസംഗിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ, അല്ല അങ്ങനെയല്ല, മാതം ചിത്തിരൈ, നേരം നേരം രാത്രിയായി നടത്തുന്നത്, നീങ്ങളോ നിത്തിരൈ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജനം കൈയടിച്ചു. അപ്പം അങ്ങനെ ജനത്തെ കയ്യിലെടുക്കുന്ന വൈകാരികത ഉള്ള നേതാക്കളാണ് ഇവരെല്ലാം തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം നേതാക്കൾ നയിക്കുന്ന റാലികൾ സംഘാടകം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ മുന്നേ ഒരുക്കങ്ങൾ നടത്തണം. അത് ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതിലും വാസ്തവമാണ്. അപ്പോൾ അത് ശരിക്കും സംസ്ഥാന പോലീസിനും അതുപോലെ തന്നെ സുരക്ഷാ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ പാർട്ടിക്കും ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ള സത്യമാണ്. ഇപ്പോൾ തമിഴ്നാട് സർക്കാർ എന്തായാലും ഒരു ജസ്റ്റിസ് അരുണ ജഗദീശൻ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് TVKയും സർക്കാർ പിന്നെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതി ആ കേസ് എടുക്കാൻ പോവുകയാണ്. സ്വാഭാവിക അന്വേഷണം നടക്കട്ടെ. പക്ഷേ സ്വാഭാവികമായിട്ടും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നേരത്തെ ജയലളിത പങ്കെടുക്കുന്ന ഒരു യോഗം കുംഭകോണത്ത് നടന്നപ്പോൾ ഇതേപോലെ ഒരു സ്റ്റാമ്പെഡ് നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം നേതാക്കൾ നടത്തുന്ന അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി തന്നെ അത് വളരെ ശക്തമായ നടപടികൾ സംസ്ഥാന പോലീസ് ഇനി ആവർത്തിക്കാത്ത രീതിയിൽ മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ ഈ സംഭവത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അതിലേക്കാണ് കോടതി വളരെ ഗൗരവത്തോടുകൂടി ഈ കേസിനെ കാണുകയും ചെയ്യുന്നത്.